ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും വൈനൊക്കെ ഇട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ക്രിസ്മസൊക്കെ അടുത്തല്ലോ. അപ്പോൾ ഞാനും ഒരു വൈൻ ഇടാനായിട്ടാണ് പോകുന്നത്. ഞാനൊരു 3 കിലോ ബ്ലാക്ക് ഗ്രേപ്സ് മേടിച്ചു. അത് നല്ല മഞ്ഞളും ഉപ്പും ചേർന്ന വെള്ളത്തിൽ വിനാഗിരിയും കൂടെ കൂട്ടി ഇട്ട് ഒരു 5-6 മണിക്കൂർ ഇട്ട ശേഷം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഞെടുമൊക്കെ കളഞ്ഞ് എടുത്തു. അതിനുശേഷം അതിനകത്തേക്ക് ഇഞ്ചി, പട്ട, ഗ്രാമ്പൂ, ജാതിക്ക, ഏലക്ക എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് അതും എടുത്തു വെച്ചു. അതിൻ്റെ കൂടെ ഒരു 2-3 നല്ല വറ്റൽ മുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുക. ഈ മുന്തിരിങ്ങ വാഷ് ചെയ്തതും ഈ സ്പൈസസ് എല്ലാം കൂടെ പൊടിച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് ഒരു നല്ല സ്റ്റീൽ പാത്രത്തിലോ സ്റ്റീൽ കുക്കറിലോ വെച്ച് നന്നായി ബോയിൽ ചെയ്യുക. ഞാൻ 3 കിലോ മുന്തിരിങ്ങയ്ക്ക് ഞാനൊരു 4 ലിറ്റർ വെള്ളം ഒഴിച്ചു. ഒരു 2 ലിറ്റർ ഷുഗറും ഇട്ടു. ഒരു ടീസ്പൂൺ ഈസ്റ്റും ഇട്ട ശേഷം നന്നായി ബോയിൽ ചെയ്യുക. മുന്തിരിങ്ങ നന്നായിട്ട് വെള്ളത്തിലിട്ട ശേഷം കഴുകിയ ശേഷം മാത്രമേ ഞെടുമ്പ് കളയാവുള്ളൂ. കാരണം ഞെടുമ്പിൽ കൂടിയാണ് ഈ പെസ്റ്റിസൈഡ്സിൻ്റെ എന്തെങ്കിലും അംശങ്ങളൊക്കെ കയറുന്നത്. അതുകൊണ്ട് വാഷ് ചെയ്ത ശേഷം മാത്രമേ ഞെടുമ്പ് കളയാവുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങ നന്നായിട്ട് ബോയിൽ ചെയ്യാനായിട്ട് ഇട്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് ബോയിൽ ചെയ്യുന്നതിന് വരെ അടുപ്പ് ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇത് നന്നായിട്ട് ബോയിൽ ചെയ്ത് ഞാൻ തണുക്കാൻ വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ ഒരു തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ ഒരു പിടി ഗോതമ്പിടുന്നു. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ നല്ലതായിട്ട് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് നമ്മൾ നല്ല ക്ലീനായിട്ടുള്ള മരത്തവി കൊണ്ട് വേണം ഇത്. മരത്തവിയോ കമ്പോ എന്തെങ്കിലും വെച്ച് കറിക്കകത്തൊന്നും ഉപയോഗിക്കാത്ത തവി കൊണ്ടായിരിക്കണം ഇത് എടുക്കേണ്ടത്. നന്നായിട്ട് അത് ഉടച്ചൊന്ന് അതുകൊണ്ട് തന്നെ ഒന്ന് ഞെക്കി പൊട്ടിച്ച് ഇടുകയാണെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും വലിയ പ്രശ്നമില്ല. പിന്നെ ഞാനൊരു അഡീഷണൽ ഒരു കാര്യം ചേർത്തത്, ഒരു 2-3 പീസ് ബീറ്റ്റൂട്ടും കൂടെ ഈ വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്യണം. അപ്പോൾ നല്ല കളറായിരിക്കും ഇതിന്. അതിൻ്റെ തൊലിയൊക്കെ വെച്ച ശേഷം ഒരു 2-3 ചെറിയ കഷ്ണം ബീറ്റ്റൂട്ടും കൂടെ അതിനകത്തിടുക. നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ലതായിട്ട് തണുക്കാൻ വെക്കുക. ഇത് ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ ഇങ്ങനെ മുകളിൽ കയറി വരും. അപ്പം നമ്മൾ നന്നായിട്ട് തണുക്കാൻ അനുവദിച്ച ശേഷം ഒന്നും കൂടെ ഇളക്കിയ ശേഷം അതിൽ തന്നെ അങ്ങ് അടച്ചു വയ്ക്കുക. 3 ദിവസം അടുപ്പിച്ച് ഒരേ സമയത്ത് ഇതുപോലെ നന്നായി ഇളക്കുക. 3 പ്രാവശ്യം. ഫസ്റ്റ് ഡേ വെച്ചു, സെക്കൻഡ് ഡേ ഇളക്കുക, തേർഡ് ഡേ ഇളക്കുക, അടുത്തൊരു ദിവസം കൂടെ 3 ഡേയ്സ് ഇളക്കണം. നമ്മൾ വെക്കുന്ന ദിവസം ഞാൻ വൈകിട്ടാണ് വെച്ചത്. അതുകൊണ്ട് ഞാനൊരു പിന്നെ ഒരു 3 ദിവസം കൂടെ ഇളക്കി. 3 ദിവസം ഇളക്കിയാൽ മതി. കാരണം അപ്പോൾ വലിയ വീര്യമില്ലെന്നേ ഉള്ളൂ. വലിയ വീര്യം കിട്ടണമെങ്കിൽ ഒരു 21 ഡേയ്സ് വെക്കണം. അപ്പം 3 ദിവസം കഴിയുമ്പോഴുണ്ടോ നമ്മളിട്ട ചില്ലിയൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് പൊങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ എസൻസൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം 3 ദിവസം കഴിഞ്ഞ ശേഷം ഞാനത് നന്നായിട്ട് ഒരു അരിപ്പയിൽ കൂടി അരിക്കുകയാണ്. ഈ അരിപ്പയിൽ കൂടി അതിനകത്തൊരു നല്ല തുണി വെച്ചിട്ട് ആണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ പിശുരെല്ലാം നന്നായിട്ട് മാറിക്കിട്ടും. അത് ഞെക്കി എടുക്കണ്ട, നന്നായിട്ട് ഒഴിച്ചിട്ട് പിശുരെല്ലാം നമ്മുടെ നെറ്റിനകത്ത് കിടന്നോളും. അതങ്ങ് മാറ്റി വെക്കുക. അത് വേണമെങ്കിൽ പിഴിഞ്ഞിട്ട് വേറെ ഇതിനകത്തിടണ്ട, വേറെ പാത്രത്തിൽ നമുക്ക് ഒഴിച്ച് വെക്കുക. അപ്പോഴത്തേനത് അടിയുമ്പോഴത്തേന് അതിൻ്റെ തെള്ളി നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ വേറെ തന്നെ ബോട്ടിലിട്ട്, കളർ ബോട്ടിലിട്ട് അധികം വെയിൽ കാണാത്ത സ്ഥലത്ത് സൂക്ഷിക്കുക. അപ്പം കുപ്പി നിറയ്ക്കുമ്പോഴെപ്പോഴും നമ്മൾ ഒരു 3/4 കുപ്പിയെ നിറയ്ക്കാവുള്ളൂ. കാരണം ഇത് ചിലപ്പം അതിൻ്റെ ഇതൊക്കെ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഒരു 3/4 കുപ്പി മാത്രമേ ഇത് നിറയ്ക്കാവുള്ളൂ. അതിനുശേഷം കുപ്പികളിലാക്കി
വയ്ക്കുക. കുറച്ച് ഒരു പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് നന്നായിട്ട് അത് നല്ലിട്ടങ്ങ് അതിൻ്റെ തെളിയും, നല്ല തെളിഞ്ഞിരിക്കുമ്പോൾ എന്നിട്ട് നമുക്ക് അന്ന് തന്നെ ഇട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. നല്ല ടേസ്റ്റാണ്. ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന ഈ വൈൻ കൊണ്ടാണ് ഞാൻ കേക്ക് എല്ലാ വർഷവും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് കൊണ്ടാണ് ഞാൻ 3 ദിവസം കൊണ്ടുള്ള വൈനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് വീര്യം കുറവുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ നല്ലതാണ്, നല്ല വൈനാണ്. ജാതിക്കയൊക്കെ ചേർന്നുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എൻ്റെ വൈൻ നന്നായിട്ട് വന്നു. ഞാൻ അതിനകത്താണ് എൻ്റെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം സോക്ക് ചെയ്ത് വെച്ചത്. എൻ്റെ കേക്കും ഞാൻ നാളെ ഉണ്ടാക്കണം. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരും ചെയ്യാത്തവരും എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻസൊക്കെ ഇതിൻ്റെ അടിയിലിടുക. ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. വെറും 3 ദിവസം മാത്രം മതി. ഉണ്ടാക്കാത്തവർക്ക് ഇനിയും സമയം പോയിട്ടില്ല, പെട്ടെന്ന് ഉണ്ടാക്കൂ. നല്ലതാണ്. നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നാൽ കൊടുക്കാനൊക്കെ നല്ലതാണ്. നല്ല ലൈറ്റ് പിങ്ക് കളറിലുള്ള വൈൻ. അപ്പോൾ എൻ്റെ വൈൻ റെഡിയായി. ഈ വർഷത്തെ 2024 വൈൻ റെഡിയായി. നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കേട്ടോ. കാരണം വരുമ്പോഴത്തേന് ആൾക്കാർക്ക് ഈ ഒരു വൈനും ഒരു പീസ് കേക്കും കൂടെ കൊടുത്താൽ അടിപൊളിയാണ്. നമുക്ക് അവസരോചിതമായി ക്രിസ്മസ് സീസണിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല 2 ഐറ്റങ്ങളാണ് നമ്മുടെ വൈൻ ആൻഡ് കേക്ക്. കണ്ടോ, നമ്മുടെ ബീറ്റ്റൂട്ട് ഇട്ടുകൊണ്ട് നല്ല ഒരു കളറാണ്. ലൈറ്റ് പിങ്ക് അല്ല കേട്ടോ, ഒരുവിധം നല്ല ഡാർക്ക് അല്ല, ലൈറ്റ് റെഡ് എന്ന് പറയാം. അപ്പം പക്ഷേ ഇതിരിക്കും തോറും ഇതിൻ്റെ കളറ് ഫെയ്ഡായി വരും. അപ്പോൾ എനിക്ക് ഇത്രയും വൈൻ കിട്ടി. ഞാനങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ആൾക്കാർ വന്ന് കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, എൻ്റെ വൈൻ ടേസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ബികോം ഡിഗ്രി ക്ലാസ്മേറ്റ്സ്.